ശ്യാം ദേവരാജും ആർ റോഷിപാലുമുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാലിലേക്ക് പോയാൽ, റോഷിപാൽ, ഇപ്പോൾ മാത്യു കുഴൽനാടനും ഷോൺ ജോർജും ഒക്കെ ഉയർത്തിയ പല കാര്യങ്ങളുമുണ്ട്. ആരാണ് പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ തന്നെയാണോ പണം നൽകിയതെന്ന് അന്വേഷിക്കുന്നു എന്നാണ് SFIO പറഞ്ഞത്. ശ്രീ മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ആരാണ് എന്ന പേര് പറയുന്നില്ല, ഇത്രയധികം സമയം എടുത്തിരിക്കുന്നു, റിപ്പോർട്ട് നൽകിയിട്ടില്ല, അന്വേഷണം ഇതുവരെ പൂർത്തിയായതായി അന്വേഷണം പൂർത്തിയായെന്ന് പറയുമ്പോൾ പോലും എന്താണ് കണ്ടെത്തലുകൾ എന്നത് പുറത്തു വരുന്നില്ല. ഇതിൽ രാഷ്ട്രീയമായി പിണറായി വിജയനും വീണ വിജയനും സംരക്ഷണം ഒരുക്കുന്ന CPM-നെയാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നത് വേണം SFIO ഇപ്പോൾ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനും. ഇനി എങ്ങനെയായിരിക്കും ഇതിനെ പാർട്ടിയായാലും പ്രതിപക്ഷമായാലും കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നറിയാനുണ്ട്. വിനീത, നമുക്കറിയാം CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അത് വലിയ വാദപ്രതിവാദങ്ങൾക്ക് നേരത്തെ തന്നെ അത് നിയമസഭയടക്കം സാക്ഷ്യം വഹിച്ചതാണ്. നിയമസഭയിൽ വിഷയം പലവട്ടം മാത്യു കുഴൽനാടൻ MLA ഉന്നയിച്ചതാണ്. അതിൽ വലിയ വാദപ്രതിവാദങ്ങൾ മാത്രമല്ല, സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതുമാണ്. സഭ പലപ്പോഴും തടസ്സപ്പെടുകയും വലിയ പ്രതിഷേധത്തിന് സഭ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. CMRL വിഷയം സഭയിലെത്തുമ്പോൾ മാത്യു കുഴൽനാടൻ ഒരു ഘട്ടത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി അതിരൂക്ഷമായി പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും CMRL ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ കരിമണൽ വിവാദങ്ങൾ ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായും അത് മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ UDF-നെ സംബന്ധിച്ചിടത്തോളം ആഞ്ഞടിക്കാനുള്ള ഒരു അവസരമാണ്. ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം 2ാം വാരമാകുമ്പോഴത്തേക്ക് നിയമസഭാ സമ്മേളനം വീണ്ടും തുടങ്ങും. ആ സഭാ സമ്മേളനത്തിലേക്ക് ആയുധങ്ങൾ സ്വരുക്കൂട്ടുന്ന പ്രതിപക്ഷത്തിന് ലഭിച്ചിരിക്കുന്ന പുതിയ ആയുധമായി CMRL-ന്റെ ഈ റിപ്പോർട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. കാരണം ഇപ്പോൾ നേരത്തെ പല ഘട്ടത്തിലായി അന്വേഷണം വൈകുമ്പോൾ പ്രതിപക്ഷം ആരോപിച്ചത് BJP സർക്കാരിനെ, മുഖ്യമന്ത്രിയെയും വീണ വിജയനെയും സംരക്ഷിക്കുന്നുവെന്ന ആരോപണമായിരുന്നു. കാരണം നേരത്തെ തന്നെ നിയമസഭയിലടക്കം മാത്യു കുഴൽനാടൻ സമാനമായി തന്നെ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട ഈ CMRL ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർത്തിയതാണ്. ഏതായാലും അന്വേഷണം പൂർത്തിയായി എന്ന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ വലിയ രീതിയിൽ സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, അതിൽ പ്രതിരോധത്തിലാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, പ്രതിപക്ഷം ഇത് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു ആയുധമാക്കി എന്തായാലും മാറ്റും. കാരണം തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയെ തന്നെയായിരുന്നു. വീണ എല്ലാം മുഖ്യമന്ത്രിയാണ് ഇതിൽ അഴിമതി നടത്തിയത് എന്നായിരുന്നു മാത്യു കുഴൽനാടൻ നിയമസഭയിലടക്കം ആരോപണം ഉന്നയിച്ചത്. പിന്നീട് വാർത്താ സമ്മേളനത്തിലടക്കം പ്രധാനപ്പെട്ട ചില രേഖകളും മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിരുന്നു. വീണ വിജയനല്ല ഇതിൽ പ്രതി, 1ാം പ്രതി മുഖ്യമന്ത്രിയാണ് എന്ന ആരോപണത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷം അന്നു മുതൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. സമാനമായ നിലപാടുമായി മുന്നോട്ട് പോകും. ഏതായാലും കോടതിയിൽ SFIO ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും. അതിൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ചായിരിക്കും ഇനിയുള്ള പ്രത്യേകിച്ച് പ്രതിപക്ഷം കൂടുതൽ പ്രതികരിക്കുക. ഒന്നുറപ്പാണ്, ഇതിൽ പൂർണ്ണമായും പ്രതിരോധത്തിലാകുക CPM ആണ്. കാരണം സമ്മേളനം നടക്കുന്ന കാലയളവാണ്, ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്നു. സ്വാഭാവികമായും ആ ജില്ലാ സമ്മേളനങ്ങളിൽ ഈ SFIO റിപ്പോർട്ടും അതുപോലെ കരിമണൽ കമ്പനിയുമായുള്ള ബന്ധം, ഈ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRL-ലുമായുള്ള ബന്ധമടക്കം വീണ്ടും സജീവ ചർച്ചയാകും എന്ന കാര്യത്തിലും സംശയമില്ല. വിനീത, ശരി.